ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 3 4 5 എക്സെട്ര 1 3 5 7 9 എക്സെട്ര 2 4 6 8 10 etc. 5 10 15 20 25 etc. 1 4 9 16 25 etc. 1 5 7 10 18 etc. നോക്കിക്കേ, ഫസ്റ്റ് നമ്പേഴ്സ് നോക്കിക്കേ. 1 2 3 4 5 എക്സെട്ര പോയിരിക്കുകയാണ് അല്ലേ. ഇത് ഏത് നമ്പേഴ്സാണ്? കാണുമ്പോൾ നമുക്കറിയാം അത് എന്ത് നമ്പറാണ്? നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് തന്നെ പറയാൻ സാധിക്കും അടുത്ത നമ്പർ ഏതാണ് അറിയാം അല്ലേ. 1 2 3 4 5. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 6. അടുത്ത ഏതായിരിക്കും? 7. അങ്ങനെ പോകും. അടുത്ത നോക്കിക്കേ, 1 3 5 7 9 എക്സെട്ര. അത് ഏത് നമ്പറാണ്? 1 3 5 7 9 എക്സെട്ര പോകുന്നതാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ. നമുക്കറിയാം ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും അടുത്ത നമ്പർ ഏതാണ്? 1 കഴിഞ്ഞ് 3 3 കഴിഞ്ഞ് 5 5 കഴിഞ്ഞ് 7 7 കഴിഞ്ഞ് 9. അടുത്ത നമ്പർ 9 കഴിഞ്ഞിട്ട് 11 ആയിരിക്കും. അടുത്ത നമ്പർ എത്രയായിരിക്കും? 13 ആയിരിക്കും എക്സെട്ര. അങ്ങനെ പോകും. ആ നമ്പേഴ്സാണ് ഇത് ഓഡ് നമ്പേഴ്സ്. നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ. 2 4 6 8 10 എക്സെട്ര. 2 4 6 8 10. അത് ഏത് നമ്പേഴ്സാണെന്ന് അറിയാം. ഏതാണ്? ഈവൻ നമ്പേഴ്സാണ്. എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. നോക്കാം. 2 4 6 8 10. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 10 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 12 ആയിരിക്കും. അടുത്തത് ഏതായിരിക്കും? 14 ആയിരിക്കും അല്ലേ. അടുത്ത ശ്രേണി ഒന്ന് നോക്കിക്കേ. 5 10 15 20 25 എക്സെട്ര അല്ലേ. എന്താണ് നോക്കിക്കേ, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 5ൻ്റെ ഗുണനങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് അടുത്ത നമ്പർ എന്ന് പറയാമല്ലോ. 5 കഴിഞ്ഞ് 10 5 3s are 15 5 4s are 20 5 5s are 25. അടുത്ത എത്രയായിരിക്കും? 5 6s are 30 ആയിരിക്കും അല്ലേ. 5 6s are 30 5 7s are 35 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ ശ്രേണി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അടുത്ത ശ്രേണി നോക്കിക്കേ. 1 4 9 16 25. എന്താ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സാണിത് അല്ലേ. 1ൻ്റെ സ്ക്വയർ നമുക്കറിയാം 1 ആണ്. 2ൻ്റെ സ്ക്വയർ 2 2s are 4 ആണ്. 3യുടെ സ്ക്വയർ 3 3s are 9 ആണ്. 16 ഏതാ? 4ൻ്റെ സ്ക്വയർ ആണ്. 4ൻ്റെ സ്ക്വയർ ആണ്. 25 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അടുത്ത് എങ്ങനെ എഴുതാൻ സാധിക്കും? 6ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 6 6 36 ആയിരിക്കും. അടുത്ത എത്രയാണ്? 7ൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ 49 ആയിരിക്കും. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ് അല്ലേ. ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. ഇതെന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. അടുത്തൊന്ന് നോക്കിക്കേ. 1 5 7 10 18 എങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുമായിരുന്നു. 1 2 3 ഇത് കാണുമ്പോൾ അറിയായിരുന്നു. 6 അടുത്ത നമ്പർ അറിയാൻ പറ്റുമായിരുന്നു. ഇത് ഓഡ് നമ്പറാണ്. അടുത്ത ഓഡ് നമ്പർ ഏതാണെന്ന് അറിയായിരുന്നു. ഇത് ഈവൻ നമ്പേഴ്സാണ്. അടുത്ത നമ്പർ ഏതാണെന്ന് അറിയാമായിരുന്നു. ഇത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് നമ്പർ അറിയായിരുന്നു. ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. അതുകൊണ്ട് അടുത്ത നമ്പർ അറിയായിരുന്നു. പക്ഷേ നോക്കിക്കേ, ഈ ശ്രേണിയിൽ നോക്കിക്കേ. 1 5 7 10 18 അങ്ങനെ പോയിരിക്കുക അല്ലേ. എന്താണിത് നോക്കിക്കേ. 1 എത്ര 4 ആഡ് ചെയ്യുമ്പോഴാണ് 5 വരുന്നത്. 5ൻ്റെ കൂട്ടത്തിൽ പക്ഷേ 2 ചെയ്യുമ്പോഴാണ് അല്ലേ. ഒരു ഓർഡർ ഇല്ലാതെ പോയിരിക്കുക. അതുകൊണ്ട് എന്തല്ല ഇതൊരു നമ്പർ സീക്വൻസ് അല്ല, സംഖ്യാശ്രേണി അല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക റൂൾ ഉപയോഗിച്ചുകൊണ്ട് അനുസരിച്ച് ക്രമത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ്? ഒരു പ്രത്യേക റൂൾ അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ക്രമത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് എഴുതുന്ന ആ നമ്പേഴ്സിനെയാണ് ഇതെന്ന് വിളിക്കുന്നത് സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് പ്രൈം നമ്പേഴ്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഏതൊക്കെയാണ്? ഒരെണ്ണം 1 ആയിരിക്കും,
പിന്നെ ഒരെണ്ണം ഏതായിരിക്കും, ആ നമ്പർ ഏതാണോ അത് തന്നെയായിരിക്കും. ഇപ്പോൾ ടു നോക്കുമ്പോൾ നമുക്കറിയാം 2നെ 1 × 2 ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് 2 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. 1 ഒരു ഫാക്ടറാണ്, ഒരെണ്ണം ആ നമ്പർ തന്നെ. ഇപ്പോൾ എന്താണ്, 2 ഒരു പ്രൈം നമ്പറാണ്. അടുത്തത് 3 എടുക്കുമ്പോൾ നമുക്കറിയാം 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ 3 കിട്ടത്തുള്ളൂ. 5 എടുക്കുമ്പോഴാണ്, 4 എടുക്കുമ്പോഴൊന്ന് നോക്കിക്കേ. 4 എടുക്കുമ്പോൾ 1 × 4 4 ആണ്, 2 2s are 4 ആണ്. ഇത് ഏതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല, 4 ഒരു പ്രൈം നമ്പർ അല്ല. അടുത്ത പ്രൈം നമ്പറാണ് 5, അടുത്ത പ്രൈം നമ്പറാണ് 7, 8 അല്ല, 9 അല്ല, അടുത്തതാണ് 11, അങ്ങനെ പോകും. അപ്പോൾ നമുക്കിതൊരു പ്രൈം നമ്പേഴ്സാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്താണ്, ഒരു നമ്പർ സീക്വൻസ് ആണ്. പ്രൈം നമ്പേഴ്സ് ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇതെന്തല്ല, ഇതൊരു നമ്പർ സീക്വൻസ് അല്ല. ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് ആ ക്രമത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 11, 21, 31, 41 എക്സെട്ര. നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർക്കും എന്താണെന്നല്ലേ. നോക്കിക്കേ, ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ അതൊരു റൂൾ അനുസരിച്ച് എഴുതിപ്പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്, ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതിൻ്റെ വെച്ചിട്ട് അടുത്ത നമ്പർ ഏതാണെന്ന് പറയാമോ. 1, 11, 21, 31, 41. അടുത്ത നമ്പർ ഏതായിരിക്കും, 51. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും, 61. അപ്പോൾ ഇങ്ങനെ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രമത്തിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത നമുക്കൊരു എക്സസൈസ്, നിങ്ങളുടെ പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻസ് ചെയ്യാവേ. പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. Write number of dots in each triangle. Calculate the number of dots needed to make the next 3 triangles in this pattern. എത്ര ഡോട്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതുപോലത്തെ 3 പാറ്റേൺ ട്രയാങ്കിൾസും കൂടെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഡോട്ട്സും കൂടെ വേണമെന്നുള്ളതുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം അല്ലേ. ഇതിൽ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിക്കേ. ഫസ്റ്റ് ട്രയാങ്കിളിനകത്ത് എത്ര ട്രയാങ്കിൾസാണ്, മുകളിൽ ഒരെണ്ണം അല്ലേ, മുകളിൽ ഒരെണ്ണം, താഴത്തെ ലൈനിൽ 2 എണ്ണം. അപ്പോൾ നമുക്ക് എഴുതാം 1 + 2 എത്രയാണ്, 3 ഡോട്ട്സ് ആണ് അല്ലേ. സെക്കൻഡ് ട്രയാങ്കിൾ നോക്കിക്കേ. സെക്കൻഡ് ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് എത്ര ഡോട്ട്സ് എടുത്തു, മുകളിൽ ഒരെണ്ണം, മുകളിൽ 1, രണ്ടാമത്തെ ലൈനിൽ 2 എണ്ണം, പിന്നെയോ മൂന്നാമത്തെ ലൈനിൽ 1 2 3 അല്ലേ, 3 എണ്ണം. നമുക്ക് ആഡ് ചെയ്ത് എഴുതണം. 1 + 2 3, 3 + 3 എത്രയാണ്, 6 ട്രയാങ്കിൾസ്, 6 ഡോട്ട്സ്. അടുത്ത തേർഡ് ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ലൈനിൽ എത്ര എണ്ണമാണ്, 1 ഡോട്ടായിരുന്നു. സെക്കൻഡിനകത്തോ 2 ഡോട്ട്സ് ആണ്, അതുകൊണ്ട് 2 പ്ലസ് അടുത്തത് തേർഡ് ലൈനിലോ 1 2 3 അല്ലേ, അതുകൊണ്ട് +3 പ്ലസ് ഫോർത്ത് ലൈനിലോ 1 2 3 4, അതുകൊണ്ട് +4 ആഡ് ചെയ്ത് എഴുതണം. 1 + 2 എത്രയാണ്, 3 + 3 6 + 4 10 ആണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നമുക്ക് കിട്ടി എത്രയാണ്, ഇതുപോലെ 3 6. ആദ്യത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് 3, രണ്ടാമത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് 6 ഡോട്ട്സ്, മൂന്നാമത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് 10 ഡോട്ട്സ് അല്ലേ. ഇതുപോലത്തെ 3 പാറ്റേണും കൂടി നമുക്ക് ഉണ്ടാക്കണം. 3 പാറ്റേൺ ട്രയാങ്കിൾസും കൂടെ ഉണ്ടാക്കാനായിട്ട് എത്ര എണ്ണം വേണം അല്ലേ. തേർഡ് ട്രയാങ്കിൾ അതിനടുത്ത് എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും, ഫോർത്ത് ട്രയാങ്കിൾ അല്ലേ. നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈനിൽ എത്രയായിരിക്കും, 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ എത്രയായിരിക്കും, 3 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, അടുത്ത ലൈനിൽ എത്രയായിരിക്കും, 5 ആയിരിക്കും അല്ലേ. നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. 1 + 2 3, 3 + 3 4, 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15. അടുത്തതോ ഫോർത്ത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് 1 + 2 + 3 + 4 + 5 + 6. അപ്പോൾ എത്രയായിരിക്കും നമുക്കറിയാം, ഇവിടം വരെ 15 ആണല്ലേ. 15 + 6 എത്രയാണ്, 21 ആണ് അല്ലേ. അടുത്ത ട്രയാങ്കിൾ സിക്സ്ത് ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് 1 + 2 + 3 + 4 + 5 + 6 പ്ലസ് അടുത്ത എത്രയായിരിക്കും, 7.
21-ൻ്റെ കൂട്ടത്തിൽ 7 കൂടെ ആഡ് ചെയ്യണം. എത്ര വരും? 28 ഡോട്ട്സ് വേണ്ടി വരും. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിൾ മേക്ക് ചെയ്യാനായിട്ട് എത്രയായിരുന്നു? 1 + 2. രണ്ടാമത്തെ 1. ആദ്യത്തെ ലൈനിൽ 1 അല്ലേ, രണ്ടാമത്തെ ലൈനിൽ 2 ഡോട്ട്സ് ആണ്, അതുകൊണ്ട് 2 ആഡ് ചെയ്തു. പ്ലസ് മൂന്നാമത്തെ ലൈനിൽ 3 ഡോട്ട്സ് ആണ്, അതുകൊണ്ട് 3 ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതി. അടുത്തത് നോക്കിക്കേ, തേർഡിൽ 1, നെക്സ്റ്റ് 2 എഴുതി. അടുത്ത ലൈനിൽ 3 ആയതുകൊണ്ട് 3 എഴുതി. അടുത്ത ലൈനിൽ 4 ആയതുകൊണ്ട് 4 എഴുതി, ആഡ് ചെയ്ത് എഴുതി. നമുക്ക് അടുത്തത് അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. 4ഉം 5ഉം 6ഉം നമ്മളതുപോലെ പാറ്റേൺ ഉണ്ടാക്കി എഴുതി വെച്ചു. നോക്കി ഇതെല്ലാം നോക്കിക്കേ, 3 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയിക്കണം അല്ലേ. 3 ആയിരുന്നു, പിന്നെ 6, പിന്നെ 3 6 കഴിഞ്ഞിട്ട് പിന്നെ 10 ആയി. 10 കഴിഞ്ഞിട്ട് എത്രയായി? 15 ആയി. 21 ആയി. 28 ആയി അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്.